കുട്ടിക്കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചുള്ള പടക്കാലം ഇത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോണത് ഇന്ന് ഇതിന്റെ ഏറ്റവും വലുതും അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ചെറുതുമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും ചെറുതിന്റെ തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു A4ന്റെ 4 ആക്കുമ്പോൾ ഒരു ഭാഗവും പിന്നെ A4ന്റെ പകുതി ആക്കുമ്പോൾ ഒരു ഭാഗവും പിന്നെ ഒരു ഫുൾ A4 ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ന്യൂസ് പേപ്പറും പിന്നെ അതിന്റെ പകുതി ന്യൂസ് പേപ്പറും പിന്നെ അതിന്റെയും പകുതി ന്യൂസ് പേപ്പറും. അപ്പൊ ഈ ഒരു 6 തരത്തിലാണ് നമ്മൾ ഈ ഒരു പടക്കം ഉണ്ടാക്കിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോണത്. ആദ്യം നമ്മൾ എടുത്തില്ല ഈ ചെറുതാണ്. ഈ ചെറുത് പൊട്ടിയ വലിയ സൗണ്ട് ഉണ്ടാവോ നോക്കി നോക്കാം. അപ്പൊ ഇതാണ് ചെറുതിന്റെ സൗണ്ട്. നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് വലുത് നോക്കാം. അപ്പൊ ഇതാണ് അതിനേക്കാളും കുറച്ച് വലുപ്പം. അപ്പൊ നമുക്ക് ഈ സാധനത്തിന്റെ സൗണ്ട് നോക്കി നോക്കാം. ഇനി നമുക്ക് അടുത്ത വലിപ്പം നോക്കാം. അടുത്തെന്ന് പറയുമ്പോൾ ഒരു ഫുൾ A4 ഷീറ്റിന്റെ വലിപ്പമാണ്. ഇത് എത്രമാത്രം സൗണ്ട് ഉണ്ടായിരിക്കും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതും മറ്റേനാളൊക്കെ സൗണ്ട് ഉണ്ട്. ഓ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രീതി തെറ്റായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെയൊക്കെ കാണിച്ചല്ല പണ്ട് പൊട്ടിക്കാൻ. കൊള്ളാം, ഫുൾ A4ലുള്ള സൗണ്ട് വേറെ ലെവലല്ലേ. അപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂസ് പേപ്പറിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൗണ്ട് നോക്കി നോക്കാം. ഇത് വലിയ കാര്യമില്ല. അപ്പം ഇതൊരു ന്യൂസ് പേപ്പറിന്റെ പകുതിയാണ്. അപ്പം ഇതിന്റെ സൗണ്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കിയിട്ടുള്ള ജൈൻറ്റ് ബോംബാണ്. ഒരു കാര്യമില്ല, ന്യൂസ് പേപ്പർ കീറിയിട്ടോ കണ്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് സൗണ്ട് കിട്ടാൻ പോകുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ 6 ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് 3ാമത്തെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.